അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിലെ അഖീദയിലെ 2ാം പാഠമായ അല്ലാഹു അഹദ് എന്ന പാഠമാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എടുക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും വരുന്നതാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹുവിന് അനിവാര്യമായ 5 വിശേഷണങ്ങൾ മുൻ പാഠത്തിൽ നാം പഠിച്ചുവല്ലോ. അവന് ഉണ്ടാവൽ നിർബന്ധമായ 8 സിഫത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. 1. വഹ്ദാനിയത്ത്, ഏകത്വം. ഇറാദത്ത്, ഉദ്ദേശിക്കൽ. ഹയാത്ത്, ജീവിച്ചിരിക്കൽ. ബസ്വർ, കാഴ്ച. ഖുദ്റത്ത്, കഴിവ്. ഇൽമ്, അറിവ്. സമഅ്, കേൾവി. കലാമ്, സംസാരം. ഈ വിശേഷണങ്ങളെല്ലാം നമുക്കും ഉണ്ട്. എന്നാൽ നമ്മുടേത് അപൂർണവും അല്ലാഹു നൽകിയതുമാണ്. അല്ലാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. ഇനി തദ്രീബാത്ത് നോക്കാം. 1. ഉത്തരം എഴുതാം. 1. അല്ലാഹുവിൻ്റെ നിർബന്ധമായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം. ഉത്തരം: വഹ്ദാനിയത്ത്, ഏകത്വം. ഇറാദത്ത്, ഉദ്ദേശിക്കൽ. ഹയാത്ത്, ജീവിച്ചിരിക്കൽ. ബസ്വർ, കാഴ്ച. ഖുദ്റത്ത്, കഴിവ്. ഇൽമ്, അറിവ്. സമഅ്, കേൾവി. കലാം, സംസാരിക്കൽ. ഇതിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം എടുത്തെഴുതുക. 2. നമ്മുടെ കേൾവിയും അല്ലാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം. ഉത്തരം: നമ്മുടെ കേൾവി അപൂർണവും അല്ലാഹു നൽകിയതുമാണ്. അല്ലാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. 2. അർത്ഥം എഴുതാം. 1. സമഅ്, കേൾവി. 2. ഖുദ്റത്ത്, കഴിവ്. 3. ബസ്വർ, കാഴ്ച. 4. കലാം, സംസാരം. 3. താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. കഴിവില്ലായ്മ, ഉദ്ദേശ്യം, ഇല്ലാതിരിക്കൽ, ഒന്നിലധികം ആവൽ, അറിവില്ലായ്മ, മരണം, കേൾവിയില്ലായ്മ, കാഴ്ചയില്ലായ്മ, സംസാരമില്ലായ്മ. ഇൽമ്, അറിവില്ലായ്മ. ഖുദ്റത്ത്, കഴിവില്ലായ്മ. ബസ്വർ, കാഴ്ചയില്ലായ്മ. ഇറാദത്ത്, ഉദ്ദേശം ഇല്ലായ്മ. സമഅ്, കേൾവിയില്ലായ്മ. കലാം, സംസാരം ഇല്ലായ്മ. ഹയാത്ത്, മരണം. വഹ്ദാനിയത്ത്, ഒന്നിലധികം ആവൽ. 4. ഉസ്താദിൻ്റെ സഹായത്തോടെ എഴുതാം. താഴെ പറയുന്ന ആയത്തുകൾ അല്ലാഹുവിൻ്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു? 1. ഖുൽ ഹുവല്ലാഹു അഹദ്, അത് വഹ്ദാനിയത്തിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ അവൻ ഏകനാണ് എന്ന് സൂചിപ്പിക്കുന്നു. 2. അല്ലാഹു സ്വമദ്, അത് ഖിയാമും ബിൻ നഫ്സിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ സ്വയം നിൽക്കൽ എന്നതിനെ സൂചിപ്പിക്കുന്നു. 3. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അത് മുഖാലഫത്തുൽ ലിൽ ഹവാദിസി എന്നതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ സൃഷ്ടികളോട് എല്ലാ നിലയ്ക്കും വ്യത്യാസമാകൽ എന്നതിനെ സൂചിപ്പിക്കുന്നു. നാദർ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.